ഡ്രഡ്ജർ തകരാറും തടയണ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതും കണക്കൻകടവിലെ ശുദ്ധജല വിതരണ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ഷട്ടറുകളുടെ തകർച്ച കാരണം ചാലക്കുടി പുഴയിലേക്ക് കൂടുതൽ ഉപ്പുവെള്ളം കയറിയതിനാൽ കുടിവെള്ളം പമ്പിംഗ് വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. പൊയ്യ, കുഴൂർ, അന്നമനട, പുത്തൻവേലിക്കര, കുന്നുകര, പാറക്കടവ് എന്നീ പഞ്ചായത്തുകൾ ഇതോടെ ദുരിതത്തിലാകും. കണക്കൻകടവിലെ ഷട്ടർ താഴ്ത്തിയതോടെ ഉപ്പുവെള്ളം കയറുന്നതിന്റെ അളവ് കുറഞ്ഞതിനാൽ കഴിഞ്ഞ ദിവസം പുത്തൻവേലിക്കര പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ളത്തിന്റെ പമ്പിംഗ് പുനരാരംഭിച്ചിരുന്നു. പമ്പിംഗ് വീണ്ടും തുടങ്ങിയതും ഉപ്പുവെള്ളം കയറുന്നതിന്റെ അളവ് കുറഞ്ഞതും മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. ഉപ്പുവെള്ളം കയറിയാൽ ആദ്യം ബാധിക്കുന്നത് പുത്തൻവേലിക്കര പഞ്ചായത്തിലാണ്. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് ചാലക്കുടി പുഴയിൽ നിന്നുള്ള വെള്ളമാണ് ആശ്രയം. കൂടാതെ കുന്നുകര, പാറക്കടവ്, പൊയ്യ, കുഴൂർ, അന്നമനട പഞ്ചായത്തുകളെയും ഉപ്പുവെള്ള ഭീഷണി ബാധിക്കും. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ ഉള്ളവർ 2 ദിവസം കൂടുമ്പോൾ ശരാശരി 500 രൂപ നൽകി വെള്ളം വാങ്ങുകയാണ്. ഇത് എറണാകുളം ജില്ലയുമായി ചേർന്ന് കിടക്കുന്ന പൊയ്യയെയും ബാധിക്കുന്ന അവസ്ഥയിലാണ്. ചോർച്ച കാരണം 3 ഷട്ടറുകളിലൂടെയാണ് ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. പുഴയിലെ ജലനിരപ്പ് കായലിനേക്കാൾ ഉയർന്നാണെങ്കിലും വേലിയേറ്റത്തിലാണ് ഉപ്പ് കയറുന്നത്. പുഴയിലേക്ക് കയറുന്ന ഉപ്പുവെള്ളം വേലിയിറക്കത്തിൽ ഒഴിഞ്ഞു പോകുന്നില്ല. മഴയൊഴിഞ്ഞാൽ തൃശൂർ ജില്ലയിലെ പൊയ്യ, കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളിലേക്കുള്ള പമ്പിംഗ് നിർത്തേണ്ടി വരും. ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുക. മീഡിയ ടൈം, പുത്തൻവേലിക്കര.